ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണല്ലോ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ നിങ്ങളതെല്ലാവരും? പിന്നെ എന്താ പറയുക, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് കൊണ്ട് ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെയാണ് ഉണ്ടാക്കൽ, നിങ്ങളെങ്ങനെ ഉണ്ടാക്കലെന്ന് അറിയില്ല. അപ്പോൾ ഞാനെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ വീഡിയോ എടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. വീഡിയോ മുഴുവനായിട്ട് കാണണം. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിതാ ചെറിയ കഷ്ണങ്ങളാക്കി ബീട്രൂട്ട് അരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 പച്ചമുളകാണ്, ചെറുതാണ് കേട്ടോ. അപ്പോൾ ഞാനത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഒരു സവാളൻ്റെ പകുതി എടുത്തിട്ട് അതും അരിയുന്നുണ്ട് കേട്ടോ. ചെറിയ കഷ്ണങ്ങളാക്കി അതും അരിഞ്ഞിട്ടാണ്. ഇനി ഞാൻ അതിലേക്ക് ഒരു 2 സ്പൂണ് തേങ്ങ ചിരകിയത് ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാക്കലെന്ന് പറയണം കേട്ടോ, കമൻറ്റിൽ അറിയിക്കണം. അപ്പോൾ ഇതാ ഈ വലിയ സ്പൂണിന് 2 സ്പൂണ് തേങ്ങയാണ് കേട്ടോ ഇടുന്നത്. ഞാൻ ബീട്രൂട്ട് വലുത് 2 എടുത്തത്. അതിലേക്ക് 2 തേങ്ങ കേട്ടോ, ഒരു സവാളൻ്റെ പകുതി, 2 പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് ഉപ്പിടുക. എന്നിട്ട് നല്ലോണം ഒന്ന് കുഴക്കുക കേട്ടോ. നല്ലോണം കൈ കൊണ്ട് നല്ലോണം ഒന്ന് എല്ലാ സ്ഥലത്തും ഒന്ന് മിക്സ് ആക്കുക. ഇതാ, അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഷോർട്സും കാര്യങ്ങളൊക്കെ കാണണം. നിങ്ങളെ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ ഇനി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീഞ്ചട്ടിയാണ് വെച്ചത്. അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു. കടുകിട്ട് ഒന്ന് പൊട്ടിക്കട്ടെ, എന്നിട്ട് വേണം അതിലേക്ക് ഇടാൻ. കടുകൊന്ന് പൊട്ടട്ടെ കേട്ടോ. കറിവേപ്പിൻ്റെ ഇല എൻ്റെ കയ്യിലില്ല, അപ്പോൾ ഞാൻ ഇട്ടിട്ടില്ല. കറിവേപ്പിൻ്റെ ഇല ഇതിൽ മെയിനാണ് കേട്ടോ. അപ്പോൾ അതുള്ളവരെന്തായാലും അതിലേക്ക് ചേർക്കണം. അപ്പോൾ ഞാനിതാ ചീഞ്ചട്ടിയിലിട്ടത് നല്ലോണം ഇളക്കി മിക്സാക്കി. ബീട്രൂട്ടിൽ തന്നെ വെള്ളം ഉണ്ടാവും, വെള്ളത്തിൻ്റെ അംശമൊന്നും വെള്ളമൊന്നും നമ്മൾ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് നല്ലോണം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അടുപ്പത്താണ് ഞാൻ വെച്ചത് കേട്ടോ. അടുപ്പത്ത് വെച്ച് ചീഞ്ചട്ടിയിലാണ് വെച്ചത്. അപ്പോൾ ഇതാ അത് വേവട്ടെ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് മൂടി തുറന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് നേരം ഒന്ന് തുറന്ന് വെച്ചിട്ട് ഒന്ന് വേവിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് വറ്റിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. വീഡിയോ കാണുന്നവരാരും കമൻ്റ് ഇടില്ല, കമൻ്റ് ഇടണം. ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം. ഞാനിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ യൂട്യൂബ് തുടങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം എന്തൊക്കെ മിസ്റ്റേക്ക് ഉള്ളതെന്ന് കേട്ടോ. അപ്പോൾ ഞാനിതാ ബീട്രൂട്ട് തുറന്ന് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി വേവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് കഴിക്കാൻ. ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ എല്ലാവരും എങ്ങനെ ഉണ്ടാക്കലെന്ന് എനിക്കറിയില്ല, ഞാനിങ്ങനെ ഉണ്ടാക്കലാണ്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ബീട്രൂട്ട് ഉപ്പേരി. നല്ല ടേസ്റ്റ് ഉണ്ട്, കുട്ടികളൊക്കെ കഴിച്ചോളും. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. എൻ്റെ വീഡിയോസ് എല്ലാവരും കാണണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.